എല്ലാവരും WCC ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പ്രയത്നത്തെ, പോരാട്ടത്തെ ശ്ലാഘിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. ആ നിലയ്ക്ക് നിങ്ങളുടെ പ്രയത്നം രേഖപ്പെടുത്തുന്ന ഒരു ദിവസമാണ്, തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ പ്രതിജ്ഞാബദ്ധം എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് നിരാശാഭരിതമായി ഇടപെട്ടു എന്ന ഒരു പോയിന്റ് കൂടി ഞാൻ വെക്കട്ടെ. നിരാശ തന്നെ ആയിരുന്നു. ഈ 4.5 കൊല്ലം ഇത്രയും ഗ്രേവ് ആയിട്ടുള്ള കണ്ടന്റ് വെച്ചുകൊണ്ട് പുറത്ത് പറയാതെ, പുറത്ത് പറയാന്ന് വെച്ചാൽ അത് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാന്നുള്ളതല്ല, ആക്ട് ചെയ്യായിരുന്നല്ലോ. ഈ കാര്യങ്ങളിലൊക്കെ ഈ റിപ്പോർട്ടിൽ ആക്സസ് ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ അവർക്ക് ഇടപെടാമായിരുന്നല്ലോ. എന്നിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള പണി നോക്കണമായിരുന്നല്ലോ. എത്രയോ ഹൈ ടൈം ആക്ച്വലി റിപ്പോർട്ട്, അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ തന്നെ അത് അപ്പൊ തന്നെ വളരെ ലേറ്റ് ആയി. എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ഇതിന് മേലെ അടയിരിക്കാൻ പറ്റുക എന്ന് പറയുകയും അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ എന്ന് അതിനെ ലഘൂകരിച്ച് കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ കുറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് സ്ത്രീകളുടെ എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഇവിടെ മുന്നോട്ട് വെച്ചത്. പിന്നെ ഇനിയില്ലാത്ത കുറ്റങ്ങളൊന്നും WCCക്ക് ഇല്ല. WCC അത് ചെയ്യണമായിരുന്നു, ഇത് ചെയ്യണമായിരുന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡികളായിട്ടുള്ളവരൊക്കെ എന്താണ് ചെയ്തത് എന്നതിനെ പറ്റി പ്രശ്നമില്ല. 4.5 കൊല്ലം സർക്കാർ സ്വന്തം തീരുമാനിച്ചിട്ട് ശരി എന്നാ ഇതുമായിട്ട് പുറത്തേക്ക് വരാം എന്ന് തീരുമാനിച്ചതല്ല. അതിന്റെ പിന്നിൽ അത്ര പ്രഷർ ഉണ്ടായിരുന്നു. ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ എന്തൊരു ഹൈ ഡ്രാമയാണ് നമ്മൾ കാണേണ്ടി വന്നത്. ഞാൻ ഏതൊക്കെയോ ചാനൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഇപ്പം ശ്രീ മഹേഷ് എന്റെ കണ്ടന്റ് വായിച്ചില്ല എന്ന് തോന്നുന്നു. കണ്ടന്റ് ഒന്നും വായിക്കാതെ തന്നെ അത്ര ബോൾഡും ലൗഡും ആയിട്ടായിരുന്നല്ലോ നമ്മളെ എൻറ്റയർ അപ്പാരറ്റസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് പുറത്തു വരാതിരിക്കാൻ എന്തൊക്കെ അഭ്യാസങ്ങളാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കണ്ടത്. എന്തൊക്കെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഇത്, അതും കുറെ ഭാഗം റിഡാക്ട് ചെയ്തുകൊണ്ട് പുറത്തു വരുന്നത്. ഈ പ്രൈവസിയെ പറ്റിയൊക്കെ എത്ര വലിയ കൺസേൺ ഉള്ള ആൾക്കാര് നമ്മൾ അറിയേണ്ടത്. എത്ര പേര് ആത്മഹത്യ ചെയ്ത സ്ത്രീകളുണ്ട്, എത്ര പേര് മനോരോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ ഹാരസ്മെന്റ് എന്ന് പറഞ്ഞത് അറിയ പോലും ഇല്ല. പിന്നെ നിരന്തരമായിട്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ എന്ന് അവർക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. ഒരു ആക്ടറിനെ ഞാൻ ആവർത്തിച്ച് പറയാണ്, കുറച്ചു നേരം വേറൊരു പ്രമുഖനായിട്ടുള്ള ആള് കുറച്ചു നേരം മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പം അപ്പൊ തന്നെ നടപടി വേണമെന്ന് പറഞ്ഞവരൊക്കെ എന്താണ് സിനിമയിൽ കാണുന്നില്ല. നിങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള കണ്ടന്റ് ഓവർ ആൻഡ് ഓവർ സ്ത്രീകൾക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇനി അതിനെപ്പറ്റി ഏതായാലും ഇത്രയും കാര്യങ്ങൾ നടന്നു. ദിസ് ഇസ് ക്വൈറ്റ് എ ബിഗ് എക്സസൈസ്. അത്രയും വലുതാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. അതിലെ പണച്ചെലവ്, ആൾക്കാരുടെ അധ്വാനം എല്ലാം തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ അത്ര ജീവൻ പണയപ്പെടുത്തിയിട്ടൊക്കെ തുറന്നു പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും എന്താണ് ഇത് റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഈ ആൾക്കാരൊന്നും ആവശ്യപ്പെടാതിരുന്നത്? സിനിമയുടെ നന്മയാണ് ആലോചിക്കുന്നതെങ്കിൽ പിന്നെ ഈ ഇൻഡസ്ട്രിക്ക് ചീത്തപ്പേരുണ്ടാക്കും. ചീത്ത കാര്യങ്ങൾ ചെയ്യാമെന്നാണ്, അത് പറയുന്നതാണോ പ്രശ്നം? അതൊക്കെ ക്ലെൻസ് ഓഫ് ചെയ്യാൻ വേണ്ടി ആയിരുന്നല്ലോ ഈ കമ്മിറ്റി. ഇത് പുറത്തു വരുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ എന്ത് ഉത്തരവാദിത്വം ഇല്ലായ്മയോട് കൂടിയിട്ടാണ് ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അവരടക്കം അവിടെ പോയി മൊഴി കൊടുത്തവരല്ലേ. ഇത് WCCയിലെ മാത്രം ആൾക്കാരല്ലല്ലോ അതിന് മൊഴി കൊടുത്തത്. ഇനി WCC ചില കാര്യങ്ങൾ പറയണമായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഇത്രയൊക്കെ ഉത്തരവാദിത്വം ഒരു വോളണ്ടറി ആയിട്ട് ബോഡിയായിട്ട് പ്രവർത്തിക്കുന്ന WCCന്റെ മേലെ ചാർത്തുമ്പോൾ അത് നിയമപരമായിട്ട് ചെയ്യേണ്ട ആൾക്കാരെ നേരെ നമ്മൾ എന്താണ് വിരൽ ചൂണ്ടാത്തത്? പിന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് മാത്രമുള്ള ഒരു സൗകര്യമാണ് ഇവർ ഈ നിയമങ്ങൾക്കൊക്കെ അതീതമാണ്. കാരണം കഴിഞ്ഞ ദിവസം വേറെ ഏത് ചാനലാന്ന് എനിക്ക് ഓർമ്മയില്ല, ശ്രീ മഹേഷുമായിട്ടുള്ള ഇതിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ഒരേപോലെ 2 ആൾക്കാർക്കും റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം അല്ലല്ലോ നമ്മൾ സജഷനായിട്ട് വെച്ചത്. അവിടേക്ക് ആവശ്യപ്പെട്ടത് ഗിവൺ കണ്ടീഷൻ ഒരേപോലെ ആണെങ്കിൽ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രം റെമ്യൂണറേഷൻ കുറയ്ക്കാൻ പറ്റില്ല. അതിനാണ് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള എഡ്യൂക്കേഷൻ, ജെൻഡർ എന്ന് പറയുന്നതിന്റെ എഡ്യൂക്കേഷൻ ഈ ആൾക്കാർക്ക് ഉണ്ടാവണം. അല്ലാതെ മമ്മൂട്ടി വാങ്ങുന്നത് തന്നെ ഇവിടുത്തെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് വേണം.